ചേട്ടന്റെ വെപ്പാറ്റിയുടെ ശവശരീരം എന്റെ മുറിയിൽ എങ്ങനെ വന്നു? ജീവൻ വേണമെങ്കിൽ സത്യം പറയണം. ഞാൻ പറയാം. ലേഖയെ ഞാൻ വിവാഹം ചെയ്ത ശേഷം ശാന്തകുമാരി എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവളുമായുള്ള ബന്ധം ലേഖ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. വീട് വയ്ക്കാൻ 1,00,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവൾ ഇന്നലെ എന്റെ അടുത്ത് വന്നു. ഞാൻ അവളെ രഹസ്യമായി ബാലഗംഗാധരന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. നിനക്ക് വീട് പണിയാൻ പണമല്ലേ ആവശ്യം? അതെ മുതലാളി. ഇന്നിപ്പോ ബാങ്ക് സമയം കഴിയും. നാളെ ജയം തന്നില്ലെങ്കിൽ ഞാൻ തരാം. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? മുതലാളിയെ എനിക്ക് വിശ്വാസമാ. എന്നാൽ നീ ഇന്ന് ഹോട്ടലിൽ താമസിക്കും. നാളെ രാവിലെ രൂപയായിട്ട് പോവാം. ശരി മുതലാളി. നിനക്ക് രാത്രി ആഹാരം ഞാൻ ഇവിടെ നിന്ന് കൊടുത്തയക്കാം. ഈ ഉണ്ണുണ്ണി കൊണ്ടുവന്നത്. ശരി മുതലാളി. ജയൻ, ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ റൂം എടുത്ത് കൊടുക്ക. വരൂ ശാന്തമേ. പിന്നെ പണം നാളെ തന്നെ കൊടുക്കണം. ബാങ്ക് തുറന്ന ഉടനെ എടുത്തു കൊടുത്തേക്കാം. ഉണ്ണുണ്ണി. ഏറ്റു മുതലാളി. ഞാൻ അവളെയും കൊണ്ട് ഹോട്ടലിൽ വന്നപ്പോൾ നീ സ്ഥലത്തില്ലെന്നും രാത്രി വൈകിയെ മടങ്ങിയെത്തുമെന്നും അറിഞ്ഞു. ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയ കുറ്റം നിന്റെ പേരിൽ ചുമത്താനായി ഞാൻ അവളെ നിന്റെ മുറിയിലാക്കിയിട്ട് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ആഹാരവുമായി ഉണ്ണുണ്ണി അവളുടെ മുറിയിൽ ചെന്നു. മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഇതാണ് നടന്നത്. ലേഖയെ ഞാൻ സ്നേഹിച്ചിരുന്നു. അവളെ വിവാഹം ചെയ്യാനും അവൾ സ്നേഹിച്ചിരുന്ന നിന്നെ നശിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്കുവാൻ എനിക്ക് മാപ്പ് തരൂ. ഇല്ല. കൊലപാതകയായ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നാൽ ദൈവം പോലും അത് പൊറുക്കില്ല. നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. ലേഖേ, നിന്റെ കുടുംബജീവിതം ഭദ്രമായിരിക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെ ഞാൻ വിടുന്നു. ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. എങ്കിലും നിനക്ക് വേണ്ടി ആ കുറ്റം ഞാൻ ഏൽക്കുന്നു. Mr. Suresh, you are under arrest.
അമ്മിണിക്കുട്ടി, നീ അയാളെ ഞാൻ കൊന്നു. എന്റെ അച്ഛനെ കൊന്ന ചെറുത്താനെ ഞാൻ വെട്ടിക്കൊന്നു. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് നീ ചെയ്തു. നാട്ടിലെ നല്ല മനുഷ്യർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഇനിയും ഒരു കുരുക്ഷേത്രം കൂടിയേ തീരൂ. ആ ധർമ്മയുദ്ധത്തിന് നീ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു.